നമസ്കാരം, ദിനേഷാണ്. ദിനൂസ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യണത്. അൽഫാം എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അൽഫാം ഉണ്ടാക്കുന്നത് കാണാം. ഇപ്പോൾ നമ്മൾ അതിലേക്കുള്ള പേസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സബോളയൊക്കെ അരിയാണ്. സബോള, അതുപോലെ തന്നെ തക്കാളി, പച്ചമുളക്, ഇത്രയും ഒരു പേസ്റ്റ്. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേറെ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗരം മസാല, അത് നമ്മൾ പൊടിയല്ല വാങ്ങിയിരിക്കുന്നത്, അത് വറുത്ത് നമ്മൾ തന്നെ പൊടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മസാലക്കൂട്ട് റെഡിയാക്കണം. ഇനി അടുത്ത പരിപാടി അതാണ്. മസാലക്കൂട്ടിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒന്ന് ഇഞ്ചി പേസ്റ്റ്, പിന്നെ വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് കുരുമുളക് പൊടി, പിന്നെ 2 ചെറുനാരങ്ങ, പിന്നെ ഗരം മസാല നമ്മൾ പൊടിച്ചെടുത്താണ്. ഗരം മസാല പൊടിച്ചെടുക്കുമ്പോൾ അത് വറുത്ത് പൊടിച്ചെടുത്തതാണ്. ഒപ്പം തന്നെ സബോളയും അതുപോലെ തന്നെ തക്കാളി, പച്ചമുളക്, ഇതെല്ലാം കൂടി കൂട്ടി അടിച്ചെടുത്തതാണ്. ഇത്രയും മസാലക്കൂട്ടാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മുടെ സബോള, തക്കാളി, അതുപോലെ തന്നെ പച്ചമുളക്, ഈ പേസ്റ്റിലേക്കാണ് നമ്മൾ ചേർക്കുന്നത്. ഒപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലി, കുറച്ച് ഗരം മസാല നമ്മൾ പൊടിച്ചെടുത്ത്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് ഏകദേശം ശരിയായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നാരങ്ങയുടെ നീര് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഒഴിക്കുകയാണ്. ഏതാണ്ട് ഒരു നാരങ്ങയ്ക്ക് മതിയാവും കേട്ടോ. നമ്മളിപ്പോൾ ഒരു നാരങ്ങയാണ് ചെയ്യുന്നുള്ളൂ. ഒരു 12 പീസ് അൽഫാമിന് വേണ്ടിയിട്ട് ഒരു നാരങ്ങയ്ക്ക് എടുത്താൽ മതിയാവും. ഈ നാരങ്ങ അല്ലെങ്കിൽ നമുക്ക് തൈരുണ്ടെങ്കിൽ തൈര് കൊടുക്കാം. ഏതാണ് നല്ലതെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ തൈരല്ല എടുത്തിരിക്കുന്നത്, നാരങ്ങയാണ്. നമുക്ക് ഈ മസാല നന്നായിട്ടേ പിടിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ പീസുകൾ നമ്മളൊന്ന് വരയുണ്ട്. ഓരോ വരവെല്ലാം എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിക്കും. അപ്പോൾ ഇനി നമ്മൾ മസാല തേച്ച് പിടിപ്പിക്കുകയാണ് നന്നായിട്ട്. എല്ലാവിടെയും എത്തുന്ന രീതിയിൽ വേണം നമ്മൾ ആ മസാല തേച്ച് പിടിപ്പിക്കാൻ. കാരണം ഈ അൽഫാമിൻ്റെ ടേസ്റ്റ് തന്നെ ഈ മസാലയിലാണ്. മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് കഴിയാറായിട്ടുണ്ട്.
മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. ഒരു 2 മണിക്കൂർ നേരത്തേക്കാണ് നമ്മൾ വയ്ക്കുന്നത്. ഏതാണ്ട് ഒരു 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം മസാലയൊക്കെ പിടിക്കും. പക്ഷെ നമ്മളൊരു 2 മണിക്കൂർ നേരം വെക്കുന്നുണ്ട് നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. ആ ഗ്യാപ്പിൽ നമുക്ക് ഈ അടുപ്പൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടുപ്പ് ഏകദേശം സെറ്റായിട്ടുണ്ട്. നല്ല കണലോട് കൂടിയായിട്ട് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ ഇതിൽ ഗ്രില്ല് കയറ്റുകയാണ്. നമ്മുടെ ചിക്കൻ പീസുകൾ മുഴുവൻ ഗ്രില്ലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കൊന്ന് മറിച്ചിടണം. അപ്പോൾ നമ്മൾ ഇനി ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ നമ്മളതൊന്ന് മറച്ച് വയ്ക്കുകയാണ്. ഗ്രില്ലായിട്ടുണ്ട്, അല്ലെങ്കിൽ അൽഫാം ചിക്കൻ ആയിട്ടുണ്ട്. ഏതാണ്ട് ആയി വരുന്നൊരു ഇതുണ്ട്. നല്ല ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല തീ തന്നെയാണ് അടിയുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ തന്നെ ആവുന്നുണ്ട്. നല്ല മണം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ടുള്ള മണമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അൽഫാമിൻ്റെ കൃത്യമായിട്ടുള്ള നമ്മൾ കഴിക്കുമ്പോൾ കിട്ടാറുള്ള ഒരു മണം നന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതാണ്ട് നമ്മുടെ അൽഫാം ആയിട്ടുണ്ട്. ഗ്രില്ലിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ സംഘത്തിലെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലാവരും സംഘത്തിൻ്റെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയിട്ടാണത് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടേസ്റ്റ് നോക്കാം. നമുക്കറിയാം, വെറുതെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പറയുന്നൊന്നുമല്ല. ഏറ്റവും സൂപ്പറായിട്ടുണ്ട്. കടയിൽ നിന്ന് നമ്മൾ വാങ്ങി കഴിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി നന്നായിട്ടുണ്ട്. നല്ല മണമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സൂപ്പറായിട്ടുണ്ട് നമ്മുടെ അൽഫാം. നമ്മളൊരു പരീക്ഷണം എന്ന രീതിയിലാണെന്ന് നമ്മളൊന്ന് ഉണ്ടാക്കി നോക്കിയത്. പക്ഷേ പരീക്ഷണം തന്നെ വലിയ വിജയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി എല്ലാവരുടെ അഭിപ്രായം നമുക്കറിയാം. മതി ചേട്ടാ, ഒന്ന് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് അഭിപ്രായം പറയും. സത്യസന്ധമായിട്ട് പറയണം കേട്ടോ. നന്നായിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയ ആൾക്ക് പ്രത്യേക അഭിനന്ദനം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. എല്ലാവരും നമ്മുടെ സംഘത്തിലെ എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും ഇവിടെ നമ്മുടെ അൽഫാം ടേസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ നമ്മളിടുന്ന മികച്ച വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. അപ്പോൾ അടുത്ത മികച്ചൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.